അത് പിന്നെ അവരുടെ അധികാരങ്ങൾ, അവകാശങ്ങൾ, അവർക്ക് ആവശ്യമുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് പുസ്തകത്തിൽ പറഞ്ഞത്. പിന്നെ റീപ്രൊഡക്റ്റീവ് ആൻഡ് അബോർഷൻ റൈറ്റ് അല്ലേ, സ്ത്രീകൾക്ക് പ്രസവിക്കാനും അബോർഷൻ ചെയ്യാനുള്ള അധികാരം, അതിനുള്ള അവകാശം, രണ്ടിനുള്ള അവകാശം. പിന്നെ സെക്സ്വൽ ഹരാസ്മെൻറ്റിനെതിരെ, ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ, വോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളത്, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം. പിന്നെ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് അല്ലേ, തുല്യ ജോലിക്ക് തുല്യ വേതനം, നമ്മൾ പറഞ്ഞ ഇഷ്യൂസ് തന്നെയാണ്. പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ചൈൽഡ് കെയർ, പിന്നെ അങ്ങനത്തെ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ല. സെക്സ്വൽ ആൻഡ് ഡൊമസ്റ്റിക് വയലൻസ് അല്ലേ, ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങൾ, അതോടൊപ്പം തന്നെ വീട്ടകങ്ങളിൽ ഉണ്ടാകുന്ന ഗാർഹിക പീഡനങ്ങൾ, അത്തരം സംഭവങ്ങൾക്കൊക്കെ എന്താണ്, അത്തരം ഇഷ്യൂസുകളാണ് ലിബറൽ ഫെമിനിസം ഇഷ്യൂ ചെയ്യുന്നത്. അവർ ഫോക്കസ് ചെയ്യുന്ന ഇഷ്യൂസാണ്. ഓക്കെ, അപ്പോൾ ലിബറൽ ഫെമിനിസ്റ്റുകൾ ഫോക്കസ് ചെയ്യുന്ന ഇഷ്യൂസ് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ആ സംഭവങ്ങളാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇറ്റ് വാല്യൂ ഫോർ ഫ്രീഡം, സ്റ്റേറ്റ് എൻഷുർ ഫ്രീഡം ഫോർ ഇൻഡിവിജ്വൽസ് അല്ലേ. ഈ ലിബറൽ ഫെമിനിസ്റ്റുകൾ സ്വാതന്ത്ര്യത്തെ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റേറ്റ് അല്ലേ, അവരുടെ സംസ്ഥാനം അല്ലെങ്കിൽ അവരുടെ പിന്നെ ഗവൺമെൻറ് എന്ത് ചെയ്യണം, ഇൻഡിവിജ്വൽസിന്, വ്യക്തികൾക്ക് മാക്സിമൈസേഷൻ ഓഫ് പേഴ്സണൽ ലിബർട്ടി അല്ലേ, മാക്സിമം എന്ത് കൊടുക്കണം, ലിബർട്ടി കൊടുക്കണം, സ്വാതന്ത്ര്യം കൊടുക്കണം എന്നാണ് അവർ പറയുന്നത്. ലിബറൽ ഫെമിനിസ്റ്റുകൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ക്ലാസിക്കൽ ഫെമിനിസ്റ്റ്, രണ്ട് ന്യൂ ലിബറൽസ് അല്ലേ. ഒന്ന് ക്ലാസിക്കലായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഫെമിനിസ്റ്റുകൾ, രണ്ട് ന്യൂ ഫെമിനിസ്റ്റ്. ക്ലാസിക്കൽ ഫെമിനിസ്റ്റുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഇൻ്റർഫറൻസ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അതായത് അവിടെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ഇവരുടെ വിഷയത്തിൽ ഇടപെടാതിരിക്കുക എന്നതാണ്. പിന്നെ ന്യൂ ലിബറൽസ് പറയുന്ന ഫ്രീഡം ആസ് പേഴ്സണൽ ഓട്ടോണമി എന്നാണ്. വ്യക്തിക്ക് പരമാധികാരം, മറ്റേന്താണ് പറഞ്ഞത്, മറ്റൊരാൾ നമ്മുടെ വിഷയത്തിൽ ഇടപെടാതിരിക്കുക. ന്യൂ ലിബറൽസ് എന്താ പറയുന്നത്, ഫ്രീഡം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഓട്ടോണമിയാണ്, മാക്സിമം അല്ലേ, വ്യക്തിയുടെ പരമാധികാരം, സ്വാതന്ത്ര്യത്തിൽ പരമാധികാരം ലഭിക്കുക. ലൈഫ് ഓണേഴ്സ് ഓൺ ചൂസിങ് പൊളിറ്റിക്കൽ ഓട്ടോണമി അല്ലേ. അപ്പോൾ അവരുടെ പിന്നെ പൊളിറ്റിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരെന്നെ ചൂസ് ചെയ്യുക, ഇല്ലേ ഓൾക്ക് എന്താ ഓട്ടോണമി ഉണ്ട്, പരമാധികാരം ഉണ്ട് എന്ന് വിശ്വസിക്കുക. ക്ലാസിക്കൽ ലിബറലിസത്തെ കുറിച്ച് ഓപ്പോസ് ലോസ് ദാറ്റ് ട്രീറ്റ് വുമൺ ഡിഫർ ഫ്രം മെൻ അല്ലേ. ക്ലാസിക്കൽ ലിബറലിസ്റ്റുകൾ അല്ലേ, അവരെന്താ ചെയ്യുന്നത്, പെണ്ണിനെ ആണിൽ നിന്നും വ്യത്യസ്തമായി ട്രീറ്റ് ചെയ്യുന്ന നിയമങ്ങൾക്കെതിരെ ശക്തമായിട്ട് നിലകൊള്ളുന്നു. പിന്നെ ആൻറ്റി ഡിസ്ക്രിമിനേഷൻ ലോ അല്ലേ, അതിന് വേണ്ടി നിലകൊള്ളുന്നു അല്ലേ. അതായത് വിവേചനത്തിനെതിരെയുള്ള നിയമങ്ങൾ. ദേ മേക്ക് ഇറ്റ് ഇൻ പൊളിറ്റിക്കൽ സ്പെക്ട്രം അല്ലേ, ഇത് അവരുടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള സ്പെക്ട്രത്തിൽ അവർ അത് ഉൾപ്പെടുത്തുന്നു എന്നർത്ഥം. പിന്നെ ലിബറൽ ഫെമിനിസ്റ്റുകളെ കുറിച്ച് ഇനി പറയാം. ഈക്വാലിറ്റി ഓഫ് മെൻ ആൻഡ് വുമൺ, പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ഫോം അല്ലേ. ലിബറൽ ഫെമിനിസ്റ്റുകൾ കാര്യമായിട്ട് ഊന്നൽ ചെയ്യുന്ന സാധനമാണ് എന്ത്, പിന്നെ പൊളിറ്റിക്കലി, രാഷ്ട്രീയവും പിന്നെ നിയമപരമായിട്ട് അവർക്ക് എന്ത് വേണം, ഈക്വാലിറ്റി വേണം. സ്ത്രീ പുരുഷ സമത്വം രാഷ്ട്രീയപരമായിട്ട് നിയമപരമായിട്ട് മാറും. വുമൺ ക്യാൻ മെയിൻറ്റെയിൻ ദർ ഈക്വാലിറ്റി ത്രൂ ദെയർ ആക്ഷൻ, അതാണ് അവിടെ ഒരു പോയിന്റ്. ഈക്വാലിറ്റിയും വേണം, അതോടൊപ്പം തന്നെ സ്ത്രീ പുരുഷ തമ്മിൽ സമത്വം വേണം. അതോടൊപ്പം തന്നെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് നേടിയെടുക്കാൻ, ഈ ഈക്വാലിറ്റി നേടിയെടുക്കാൻ സ്ത്രീകൾ അവിടെ ആക്ഷനിലൂടെ അവർക്ക് സാധിക്കും. അപ്പോൾ സ്ത്രീകളെ ആ അർത്ഥത്തിൽ പിന്നെ ട്രീറ്റ് ചെയ്താൽ, അവർക്ക് തന്നെ അവരെ വളർത്തിയെടുത്താൽ, അവർക്ക് തന്നെ അവിടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയും വിധത്തിൽ അവിടെ ആക്ഷൻ കൊണ്ട് സാധിക്കുന്നതാണ് ലിബറൽ ഫെമിനിസ്റ്റുകൾ വിശ്വസിക്കുന്നത്. പിന്നെ ലിബറൽ ഫെമിനിസ്റ്റുകളുടെ പിന്നെ അവർ ഫോക്കസ് ചെയ്യുന്ന ഇഷ്യൂസ്, റീപ്രൊഡക്റ്റീവ് അബോർഷൻ റൈറ്റ്, സെക്സ്വൽ ഹരാസ്മെൻറ്റ്, വോട്ടിംഗ്, എഡ്യൂക്കേഷൻ, നമ്മളിപ്പോൾ പറഞ്ഞ സാധനങ്ങളൊക്കെ, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് അല്ലെ, തുല്യവേതനത്തിന് തുല്യ ജോലിക്ക് തുല്യവേതനം, അഫോർഡബിൾ ചൈൽഡ് കെയർ അല്ലേ. പിന്നെ ഹെൽത്ത് അല്ലേ, അഫോർഡബിൾ ആയിട്ടുള്ള ഹെൽത്ത്, ആരോഗ്യം ഉണ്ടാവുക. പിന്നെ ലൈറ്റ് ടു ഡൊമസ്റ്റിക് ആൻഡ് സെക്സ്വൽ വയലൻസ് അല്ലേ, ഗാർഹിക പീഡനങ്ങൾ, അല്ലെങ്കിൽ പിന്നെ എന്ത് പീഡനം, സെക്സ്വലായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ, അതിനൊക്കെതിരെ അതൊക്കെയാണ് ഇവർ ഇഷ്യൂ ചെയ്യുന്നത്, ഇവർ ഫോക്കസ് ചെയ്യുന്നത് അല്ലേ, ഇവർ കേന്ദ്രീകരിക്കുന്ന പ്രശ്നങ്ങൾ, ഇഷ്യൂസുകൾ ഇതൊക്കെയാണ്. പിന്നെ സോഷ്യൽ ഫെമിനിസം ഉണ്ട്, നമ്മൾ ഇൻഷാ അല്ലാഹ് ക്ലാസ് എടുക്കാം. അസ്സലാമു അലൈക്കും.